അമേരിക്കയിലെ ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ തീരുമാനം ലോക IT മേഖലയെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണല്ലോ. H-1B വിസ പ്രോഗ്രാമിലെ അപേക്ഷകൾക്ക് $1,00,000 അധിക ഫീ ഏർപ്പെടുത്തുന്ന ഈ നടപടി പ്രത്യേകിച്ച് ഇന്ത്യയിലെ ആയിരക്കണക്കിന് വിദഗ്ധ പ്രൊഫഷണലുകളെ ബാധിക്കും. കഴിഞ്ഞ വർഷം നൽകിയ അമേരിക്കയിലേക്കുള്ള H-1B വിസകളുടെ 71% ഇന്ത്യക്കാർക്കാണ് ലഭിച്ചത്. TCS, ഇൻഫോസിസ്, വിപ്രോ, HCL പോലുള്ള ഇന്ത്യൻ IT ഭീമന്മാർക്ക് ഇത് വലിയ പ്രഹരമാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ തിരിച്ചടിയാണെന്ന് തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഒരു തിരിച്ചടിയാണോ? അല്ല എന്ന് പറയുന്നതാകും ശരി. ബ്രെയിൻ ഡ്രെയിനിനെ ബ്രെയിൻ ഗെയിൻ ആക്കി മാറ്റാനുള്ള ഒരു ചരിത്ര അവസരമാണ് ഇന്ത്യക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് H-1B വിസ അമേരിക്കയിലേക്കുള്ള ഒരു സുവർണാവസരമാണ്. പതിറ്റാണ്ടുകളായി ചുരുക്കത്തിൽ STEM മേഖല എന്നറിയപ്പെടുന്ന സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സിലെ നമ്മുടെ ഏറ്റവും മികച്ച പ്രൊഫഷണലുകൾ സിലിക്കൺ വാലിയിലേക്ക് പോകുന്നു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ആഗോള അവസരങ്ങൾ, നൂതനമായ സാഹചര്യങ്ങൾ ഇതെല്ലാമാണ് അവരെ അവിടേക്ക് ആകർഷിക്കുന്നത്. ഇതിന്റെ ഫലമായി വ്യക്തിഗത വിജയഗാഥകൾക്കപ്പുറം ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ആഗോള ടെക് നേതൃത്വത്തിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. എന്നാൽ ട്രംപിന്റെ ഈ ഫീ വർധന മുമ്പ് $1,700 മുതൽ $4,500 വരെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ $1,00,000 മുകളിലെത്തിച്ചു. അമേരിക്കൻ കമ്പനികൾക്ക് ഇത് ബിസിനസ് ചിലവാക്കി കണക്കാക്കാമെങ്കിലും പ്രത്യേകിച്ച് ചൈനയിലും ഇന്ത്യയിലും നിന്നുള്ള തൊഴിലാളികളെ ആശ്രയിക്കുന്ന ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ പോലുള്ള ഭീമന്മാർക്ക് വലിയ നഷ്ടം നേരിടും. ഇന്ത്യൻ കമ്പനികളുടെ കാര്യം അതിലും കഷ്ടമാണ്. ഉദാഹരണത്തിന് TCS, ഇൻഫോസിസ് എന്നീ കമ്പനികൾക്ക് മാത്രമായി 2025 ഇതുവരെ 7,500 മുകളിൽ H-1B വിസകളാണ് അനുവദിച്ചു കിട്ടിയത്. ട്രംപ് ഭരണകൂടം ഇതിനെ സിസ്റ്റമിക് അബ്യൂസ് എന്നാണ് വിളിച്ചത്. അമേരിക്കൻ തൊഴിലാളികളുടെ ജോലികൾ രക്ഷിക്കാനുള്ള ശ്രമമായി ഈ തീരുമാനത്തെ ചിത്രീകരിക്കുന്നുമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ഈ ഷോക്ക് ഒരു ടേണിംഗ് പോയിന്റാണ്. ദശാബ്ദങ്ങളായി നമ്മുടെ നയതന്ത്രജ്ഞരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും ബ്രെയിൻ ഡ്രെയിൻ ഭയപ്പെടുന്നു. നമ്മുടെ ഏറ്റവും മികച്ച ചെറുപ്പക്കാർ ഇങ്ങനെ അന്യരാജ്യങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ നവീകരണ ശേഷിയിലെ തിരിച്ചടിക്ക് കാരണമാകുന്നു. ഇനി H-1B വിസയിലെ പുതിയ തീരുമാനം ഈ ഒഴുക്ക് കുറയ്ക്കുകയാണെങ്കിൽ ഇന്ത്യക്കതൊരു വലിയ നേട്ടമാണ്. നിലവിൽ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തേതാണ്. അമേരിക്കൻ കമ്പനികൾക്കായി നീക്കിവച്ചിരിക്കുന്ന ഈ മനുഷ്യബുദ്ധി ഇനിയിപ്പോൾ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിലേക്ക് തിരിയാം. AI, റോബോട്ടിക്സ്, ബയോടെക് പോലുള്ള ആഴമുള്ള ടെക് മേഖലകളിലേക്ക് വ്യാപിക്കാം. ഈ ട്രെൻഡ് നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ നൂതന സാധ്യതകളെ വർദ്ധിപ്പിക്കും. മികച്ച എഞ്ചിനീയർമാർ, സയന്റിസ്റ്റുകൾ, ടെക് നേതാക്കൾ എന്നിവർ ഇന്ത്യയിൽ തന്നെ തങ്ങിയാൽ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സ്വദേശി ടെക്നോളജിയുടെ മുന്നേറ്റത്തിനും ആഗോളതലത്തിൽ തന്നെ മത്സരിക്കാൻ പോകുന്ന സംരംഭങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും സാധിക്കും. ഇതിനപ്പുറം വിദേശത്ത് മാത്രമേ വിജയസാധ്യതയുള്ളൂ എന്ന വിശ്വാസം തകരുകയും യുവതലമുറ ഇന്ത്യക്ക് ആഗോളതലത്തിൽ ശക്തമായി മത്സരിക്കുന്നതിനും മുതൽക്കൂട്ടാവുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മുടെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ പോലുള്ള നഗരങ്ങൾ സ്റ്റാർട്ടപ്പുകൾ, R&D സെന്ററുകൾ എന്നിങ്ങനെ IT ഭീമന്മാരുടെ വ്യത്യസ്തമായ സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ ആഗോളതലത്തിൽ മത്സരിക്കാൻ പോകുന്ന കമ്പനികൾ സൃഷ്ടിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. എന്തായാലും ട്രംപിന്റെ ഈ പുതിയ തീരുമാനം ഇന്ത്യൻ പോളിസി മേക്കർമാർക്ക് അപൂർവ അവസരമാണ്. ഇതിനായി അവർ ചൈനയെ മാതൃകയാക്കിയാലും അത്ഭുതപ്പെടാനില്ല. ചൈനയുടെ വിദേശത്തു നിന്ന് തിരിച്ചു വരുന്ന പ്രൊഫഷണലുകളായ സീ ടർട്ടിൽസ് അവരുടെ ടെക് ഇന്നവേഷൻ എക്കോസിസ്റ്റത്തിന്റെ പ്രധാന നേതാക്കളാണ്. ഇന്ന് ചൈനയുടെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന കമ്പനികളുടെ തലപ്പത്ത് ഇങ്ങനെ തിരിച്ചു വന്നവരാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ട്രംപിന്റെ നടപടി ആദ്യ നോട്ടത്തിൽ തിരിച്ചടിയാണെന്ന് തോന്നാമെങ്കിലും ഇത് ഇന്ത്യയെ ആഗോള പ്ലാറ്റ്ഫോമുകൾ കെട്ടിപ്പടുക്കുന്ന യുഗത്തിലേക്ക് കടക്കുന്നതിന് സഹായിക്കും. അമേരിക്കയിലേക്ക് അടയ്ക്കുന്ന വാതിൽ ഇന്ത്യക്ക് നേരെ തുറക്കുന്നത് അവസരങ്ങളാണെന്ന് പറയുന്നതായിരിക്കും ശരി. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ.